മുണ്ടൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കെ.സി. ബാലകൃഷ്ണൻ സ്മാരക സാന്ത്വന പരിചരണ കേന്ദ്രത്തിനെതിരെ വന്ന വാർത്ത വസ്തുതാവിരുദ്ധമാണെന്ന് ചെയർമാൻ പി.എ. ഗോകുൽദാസ്. സാന്ത്വന കേന്ദ്രം പ്രവർത്തിക്കുന്നത് സാധാരണ ജനവിഭാഗങ്ങളുടെ സംഭാവന കൊണ്ടാണ്. കേന്ദ്രത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് വൻ നീച മനസ്കരാണെന്നും ഗോകുൽദാസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2017 കെ.സി. ബാലകൃഷ്ണൻ സ്മാരക സാന്ത്വന പരിചരണ കേന്ദ്രം ആരംഭിക്കുന്നത്. ചെറിയ രീതിയിൽ ആരംഭിച്ച സ്ഥാപനത്തിന് ഇന്ന് 20 പേരെ കിടത്തി ചികിത്സിക്കാനുള്ള കെട്ടിടവും അനുബന്ധ സൗകര്യവുമുണ്ട്. 600-ലധികം രോഗികളെ പരിചരിക്കുന്ന സ്ഥാപനത്തിന് മാസം 2 ലക്ഷത്തോളം ചെലവുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങൾക്കും കേന്ദ്രം സാന്ത്വനം നൽകുന്നുണ്ട്. പാർട്ടി സഖാക്കളുടെ വീട്ടിലെ ഹുണ്ടികയിൽ നിന്നുള്ള വരുമാനവും വ്യക്തിഗതയും സ്ഥാപനങ്ങൾക്കും നൽകുന്ന തുകയുമാണ് വരുമാനം. എല്ലാ പണമിടപാടുകളും ബാങ്ക് മുഖാന്തരമാണ്. കൃത്യമായി ഓഡിറ്റും സമർപ്പിക്കുന്നുണ്ട്. അഭിമാനത്തോടെ ജനിച്ചവർ അന്തസ്സായി മരിക്കണമെന്ന ആശയത്തിലാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അവാസ്തവമായി വാർത്ത നൽകിയത് തിരുത്തിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും. എന്ത് വില കൊടുത്തും കേന്ദ്രത്തെ സംരക്ഷിക്കുമെന്നും ഗോകുൽദാസ് പറഞ്ഞു. ഇതിങ്ങനെ നടന്നു പോണത് ഈ ആളുകൾ തന്ന പൈസയും കൊണ്ടേ പറ്റൂ. ഇപ്പം മിനിഞ്ഞാന്ന് വണ്ടി ഓടിക്കാൻ എണ്ണ അടിക്കാനില്ല, 100 രൂപ ബാങ്ക് ബാലൻസ് ഉള്ളൂ. മിനിഞ്ഞാന്ന് ഒരു മാസം 1.25 ലക്ഷം വരണം. മാസം 5-ാം തീയതിയാണ് ബാങ്കുകളിൽ നിന്നുള്ള പൈസ കേന്ദ്രത്തിലെ ബാങ്കിൽ വരിക. അത് അലവൻസും എണ്ണ അടിക്കലും മരുന്ന് വാങ്ങലും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ പൈസ ഉണ്ടാവില്ല. മിനിഞ്ഞാന്ന് പൈസ ഇല്ല. അപ്പം ഇനി ഓരോന്ന് പൈസ അന്വേഷിക്കണം. പാർട്ടി സഖാക്കളുടെ വീടുകളിൽ നിന്ന് ഹുണ്ടിയുടെ പൈസ കുറേശ്ശെ കിട്ടും. പിന്നെ പ്രയാസം വരുമ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും, വാട്ടർ ബെഡ് വേണമെങ്കിൽ ഒരു പോസ്റ്റ് ഇടും. അപ്പോൾ ആളുകൾ വിളിച്ച് പറയുന്ന കൊണ്ടുവരട്ടെ ചോദിക്കും. അങ്ങനെ നാട്ടുകാരുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു ജനസേവന കേന്ദ്രമാണ്. ഇങ്ങനെയുള്ളൊരു വാർത്ത കൊടുത്തിട്ട് അതിനെ നശിപ്പിക്കരുത്. ഒരു കാരണവശാലും അങ്ങനെ അതിനെ നശിപ്പിക്കാൻ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. കാരണം 2 കാര്യം. ഒന്ന്, എല്ലാ മനുഷ്യർക്കും പ്രയോജനമുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് ഒരു രക്തസാക്ഷിയുടെ പേരിലുള്ളതാണ്. ബാലകൃഷ്ണൻ എന്ന രക്തസാക്ഷിയുടെ പേരിൽ ജനങ്ങളുടെ വിശ്വാസം കൊണ്ട് നടന്നു പോകുന്ന ഒരു സ്ഥാപനമാണ്. UTV ന്യൂസ്, പാലക്കാട്.